ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ഇതിനെക്കുറിച്ചുള്ള തിയറികളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ പഠിച്ച റിലേഷൻസ് എല്ലാം ഓർത്ത് വെക്കുക. ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലം 1. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, ബേസിക് പ്രോബ്ലം. Determine shear strength in terms of effective stress on a plane with in a saturated soil mass at a point where the total normal stress is 200 kilonewton per meter square and pore water pressure is 80 kilonewton per meter square. Effective shear strength parameters for the soil are C dash equal to 16 kilonewton per meter square and phi dash equal to 30 degree. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് we have to determine the shear strength in terms of effective stress. Effective stressൻ്റെ ടേംസിൽ we have to determine the shear strength and it is given that total normal stress is 200 kilonewton per meter square and pore water pressure is 80 kilonewton per meter square, and also given that C dash equal to, that is effective coefficient of coefficient equal to 16 kilonewton per meter square, and phi dash, that is effective angle of shearing resistance equal to 30 degree. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. That is solution. ആദ്യം നമുക്ക് given data നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ആദ്യം എഴുതി വെക്കാം. ദാറ്റ് ഈസ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ്? ടോട്ടൽ നോർമൽ സ്ട്രെസ് ഈക്വൽ ടു 200 kilonewton per meter square. അപ്പോൾ സിഗ്മ, ടോട്ടൽ നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. സിഗ്മ ഈക്വൽ ടു 200 kilonewton per meter square. അതുപോലെ തന്നെ pore water pressure is equal to 80 kilonewton per meter square. That is pore water pressure നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. It is given as 80 kilonewton per meter square. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് soil shear strength parameters, that is C dash in terms of effective stress ആണ്. effective stressനെ ബേസ് ചെയ്തിട്ടുള്ള shear strength parameters ആയതുകൊണ്ടാണ് C dash എന്ന് എഴുതുന്നത്. C dash equal to 16 kilonewton per meter square and phi dash equal to 30 degree. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എത്രയാണ്? സിഗ്മ ഈക്വൽ ടു 200 kilonewton per
kilonewton per meter square. അതുപോലെ തന്നെ for water pressure U equal to 80 kilonewton per meter square, C dash equal to 16 kilonewton per meter square and phi dash equal to 30 degree. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് we have to determine the shear strength. Shear strength നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ടോ ആണ്. We have to determine the shear strength. അപ്പോൾ shear strength in terms of effective stress ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. shear strengthും സിയും ഫൈയും സിഗ്മയ്ക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോർ കോളം ഫെയിലിയർ എൻവലപ്പിൽ, മോർ കോളം ഫെയിലിയർ തിയറിയിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മോർ കോളം ഫെയിലിയർ തിയറി. മോർ കോളം ഫെയിലിയർ തിയറിയിൽ നമ്മൾ ഒരു പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. പ്രോബ്ലം അല്ല, ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ ഇതാണ്: ടോ ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ. ടോ ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. അത് ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ആവുമ്പോൾ ടോ ഈക്വൽ ടു സി ഡാഷ് പ്ലസ് സിഗ്മ ഡാഷ് ടാൻ ഫൈ ഡാഷ്. ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ആവുമ്പം ഇങ്ങനെയാവും. ഇനി നമുക്ക് സി ഡാഷ് വാല്യൂ ഈസ് നോൺ. ഇറ്റ് ഈസ് ഗിവൻ ആസ് 16 kilonewton per meter square. സിഗ്മ ഡാഷ് വാല്യൂ, അതിന് നമുക്ക് സിഗ്മ തന്നിട്ടുണ്ട് ആസ് വെൽ ആസ് യു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ മൈനസ് യു ആണ് എന്ത്? സിഗ്മ ഡാഷ്. ഫൈ ഡാഷ് ഈസ് ഗിവൻ ആസ് 30 ഡിഗ്രി. ഇനി ജസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു സി ഡാഷ് പ്ലസ് സിഗ്മ ഡാഷ് ടാൻ ഫൈ ഡാഷ്. സിഗ്മ ഡാഷ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. ഇത് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എഫക്റ്റീവ് സ്ട്രെസ് പ്രിൻസിപ്പിൾ എന്നുള്ള ഭാഗത്ത്. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 200 kilonewton per meter square മൈനസ് യു. യു is given as 80 kilonewton per meter square. You will get the value 120 kilonewton per meter square. ഇനി ഇക്വേഷനിലോട്ടൊന്ന് പുട്ട് ചെയ്യാം. ടോ ഈക്വൽ ടു സി ഡാഷ്, ദാറ്റ് ഈസ് 16 kilonewton per meter square പ്ലസ് സിഗ്മ ഡാഷ്, ദാറ്റ് ഈസ് 120 kilonewton per meter square ഇൻറ്റു ടാൻ 30 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. യു വിൽ ഗെറ്റ് ദി ആൻസർ 85 kilonewton per meter square. നിങ്ങൾ ഈ പ്രോബ്ലം കാൽക്കുലേറ്ററിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഉത്തരം ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ടുള്ളത് മോർ
കൊളം ഫെയിലിയർ തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മോർ കൊളം ഫെയിലിയർ തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ് ടോ ഈക്വൽ ടു C plus sigma tan phi. ഈ ഇക്വേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലം ഇതാണ്. എ ഷിയർ ബോക്സ് ടെസ്റ്റ് ഓൺ ക്ലീൻ സാൻഡ് ഗേവ്, that is a shear box test on clean sand gave a failure stress of 70 kilopascal, that is 70 kilopascal, when the normal stress was 200 kilopascal. Normal stress was 200 kilopascal. Draw the Mohr circle and Mohr envelope. We have to draw the Mohr circle and Mohr envelope. Find the principal stresses at failure and the orientation of the principal planes. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. 7 മാർക്കിനുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രോബ്ലം ഒന്നുകൂടി വായിക്കുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഷിയർ ബോക്സ് ടെസ്റ്റ്. ഷിയർ ബോക്സ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റാണ്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റാണ് ഉദ്ദേശിച്ചത്. ഷിയർ ബോക്സ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റാണ്. അത് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ ക്ലീൻ സാൻഡ്. ക്ലീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് സോയിലാണ്? ഇറ്റ് ഈസ് എ നോൺ കൊഹസീവ് സോയിലാണ്. കൊഹഷൻ 0 ആണ്. നോൺ കൊഹസീവ് സോയിലാണ് എന്ത്? നോൺ കൊഹസീവ് സോയിലാണ് സാൻഡ്. ഈ കാര്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ് അല്ല സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത സാൻഡ് ഈസ് എ നോൺ കൊഹസീവ് സോയിൽ. ആ കാര്യം നിങ്ങൾ സാൻഡ് ഈസ് എ നോൺ കൊഹസീവ് സോയിൽ ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫെയിലിയറായി. അപ്പോൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റാണ് ചെയ്യുന്നത്. ക്ലീൻ സാൻഡിലാണ്. ക്ലീൻ സാൻഡിലായതുകൊണ്ട് സാൻഡ് എന്താണ്? ഇറ്റ് ഈസ് എ നോൺ കൊഹസീവ് സോയിൽ. നോൺ കൊഹസീവ് സോയിൽ ആയതുകൊണ്ട് C ഈക്വൽ ടു 0. ഇനി ഇത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആയതുകൊണ്ട് ദ ഫെയിലിയർ പ്ലെയിൻ ഈസ് ഹൊറിസോണ്ടൽ. ഫെയിലിയർ പ്ലെയിൻ എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. ഇനി നെക്സ്റ്റ് ഫെയിലിയർ സ്ട്രെസ് ഓഫ് 70 kilopascal. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഷിയർ സ്ട്രെസ് അറ്റ് ഫെയിലിയർ ഈക്വൽ ടു 70 kilopascal. 70 kilopascal ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴത്തെ നോർമൽ സ്ട്രെസ് ഈസ് ഗിവൺ ആസ് 200 kilopascal. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളാണ്. മോർ സർക്കിൾ നമുക്ക് വരയ്ക്കണം. മോർ എൻവലപ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഡ്രോ ചെയ്യണം. ആൻഡ് ആൾസോ വി ഹാവ് ടു ഫൈൻഡ് ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അറ്റ് ഫെയിലിയർ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഇനി നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലോട്ട് പോവാം. സൊല്യൂഷൻ ഇനി ആദ്യം നമുക്ക്
ഏത് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദി ഗിവൺ ഡാറ്റ. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? ഇറ്റ് ഈസ് പെർഫോംഡ് ഷിയർ ബോക്സ് ടെസ്റ്റ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ടെസ്റ്റ് എന്തായിരുന്നു? ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആയിരുന്നു. ഇനി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആയതുകൊണ്ട് plane of failure is horizontal. Plane of failure is horizontal. Plane of failure എന്താണ്? ഹൊറിസോണ്ടൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ നമുക്ക് കിട്ടി. ടെസ്റ്റ് ചെയ്തത് ഇറ്റ്സ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആണ്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആയതുകൊണ്ട് പ്ലെയിൻ ഓഫ് ഫെയിലിയർ ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ ഡാറ്റയ്ക്ക് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡാറ്റ, ഇറ്റ് ഈസ് ഡൺ ഓൺ ക്ലീൻ സാൻഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡൺ ഓൺ സാൻഡ്. സാൻഡിൽ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു ഡാറ്റ ഡെഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സാൻഡ് ഈസ് എ non-cohesive soil, that is cohesionless soil. Sand is cohesionless. Sand is cohesionless, that is C equal to 0. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സാൻഡിലാണ് ചെയ്തിട്ടുള്ളത്, ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അറ്റ് ഫെയിലിയർ ഷിയർ സ്ട്രെസ് ഈസ് ഗിവൺ ആസ് 70 kPa. ദാറ്റ് ഈസ് ടോ എഫ്. അറ്റ് ഫെയിലിയറിലുള്ള ഷിയർ സ്ട്രെസ് ടോ എഫ് ഈക്വൽ ടു 70 kPa. കിലോപാസ്കലിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം 70 kPa എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ആ സമയത്തുള്ള നോർമൽ സ്ട്രെസ് അറ്റ് ഫെയിലിയർ ഈക്വൽ ടു സിഗ്മ എഫ് എന്ന് എഴുതിയാണ്, ഈക്വൽ ടു 200 kPa. ദാറ്റ് ഈസ് 200 kN per മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡ്രോ ദി മോർ സർക്കിൾ. മോർ സർക്കിൾ എന്താണെന്ന് നമുക്കറിയാം. മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്ട്രെസ് കണ്ടീഷൻസ്. സ്ട്രെസ് കണ്ടീഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ത്? മോർ സർക്കിൾ. അതിൻ്റെ എക്സ് ആക്സിസ് വരുന്നത് നോർമൽ സ്ട്രെസ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസ് വരുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഇനി നമ്മൾ പഠിച്ച മോർ കോളം ഫെയിലിയർ തിയറി ഉണ്ട്. മോർ കോളം അപ്പോൾ നമ്മൾ മോർ കോളം ഫെയിലിയർ തിയറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മോർ കോളം ഫെയിലിയർ എൻവലപ്പ്, ദാറ്റ് ഈസ് ഫെയിലിയർ എൻവലപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെയിലിയർ എൻവലപ്പ്. അപ്പോൾ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ. ഞാനൊരു മോർ സർക്കിൾ വരച്ചാൽ ദ ലൈൻ ടാൻജൻഷ്യൽ ടു ദി മോർ സർക്കിൾ. മോർ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ലൈനാണ്. whose equation is tau equal to c plus sigma tan phi. അപ്പോൾ it relates the sigma and tau. A more failure envelope
is a line tangential to the Mohr circle and it expresses the relationship between tau and phi. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത് tau equal to c plus sigma tan phi, where c is the coefficient of cohesion. c എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോഹഷൻ ആണ്. അതുപോലെ തന്നെ ഈ മോർ ഫെയിലിയർ എൻവലപ്പ് y ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഇൻ്റർസെപ്റ്റ് ആണെന്ത് സി. ഇതാണ് മോർ ഫെയിലിയർ എൻവലപ്പ് എങ്കിൽ അത് y ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻ്റർസെപ്റ്റ് ആണെന്ത്, ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോഹഷൻ. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദി മോർ ഫെയിലിയർ എൻവലപ്പ്. മോർ ഫെയിലിയർ എൻവലപ്പ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്, ഫൈ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നമ്മൾ പ്രോബ്ലത്തിലോട്ടൊന്ന് കടക്കാം. നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് ദ ടെസ്റ്റ് ഈസ് ഡൺ ഓൺ എ ക്ലീൻ സാൻഡ്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്ലീൻ സാൻഡിലായതുകൊണ്ട് സി ഈക്വൽ ടു 0. As test done on clean sand, then c equal to 0. c 0 എന്ന് പറഞ്ഞാൽ മോർ ഫെയിലിയർ എൻവലപ്പിൻ്റെ y intercept 0 ആണ്. that implies y intercept of more failure envelope is 0. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യനിൽ സാൻഡ് എന്ന് പറയാൻ കാരണം ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്തിട്ടുള്ളത് അല്ല ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഷിയർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്ലീൻ സാൻഡിലായതുകൊണ്ട് സാൻഡ് എന്താണ്, ഇറ്റ് ഈസ് എ കോഹഷൻലെസ് സോയിൽ. ദാറ്റ് മീൻസ് സി വാല്യൂ ഈക്വൽ ടു 0. സി വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് y ഇൻ്റർസെപ്റ്റ് ഈസ് 0. ദാറ്റ് ഈസ് ഈ മോർ ഫെയിലിയർ എൻവലപ്പിൻ്റെ y ഇൻ്റർസെപ്റ്റ് 0 ആണ്. y ഇൻ്റർസെപ്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദി ഒറിജിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മോർ ഫെയിലിയർ എൻവലപ്പ് പാസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, അറ്റ് ഫെയിലിയറിൻ്റെ സമയത്ത് സിഗ്മ ഈക്വൽ ടു ടോ ഈക്വൽ ടു 70 കിലോ പാസ്കലും അതുപോലെ തന്നെ നോർമൽ സ്ട്രെസ് 200 കിലോ പാസ്കലാണ്. അപ്പോൾ നമ്മൾ മോർ ഫെയിലിയർ എൻവലപ്പ് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ് ഷോസ് ദി എക്സ്പ്രസ്സസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് ടോ. അപ്പോൾ നമുക്ക് മോർ ഫെയിലിയർ എൻവലപ്പിൻ്റെ ഒരു പോയിന്റ് കിട്ടി. ദാറ്റ് ഈസ് ഒന്ന് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു 200, that is this value is 200 and this value is 70 kilopascal 200 kilopascal. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. ഫസ്റ്റ് പോയിന്റ് ഒറിജിനും സെക്കൻഡ് പോയിന്റ്
200/70 എന്നുള്ള പോയിന്റ്. 200 എന്ന് പറഞ്ഞാൽ ഫെയിലിയറിലുള്ള നോർമൽ സ്ട്രെസ്സാണ്. 70 എന്ന് പറഞ്ഞാൽ ഫെയിലിയറിലുള്ള ഷിയർ സ്ട്രെസ്സാണ്. ഇനി ഈ രണ്ട് പോയിന്റ് കിട്ടിയാൽ നമുക്ക് ഒരു ലൈൻ ഉണ്ടാക്കിക്കൂടെ? ദാറ്റ് ഈസ് ഇതാണെന്ത്? മോർ ഫെയിലിയർ എൻവലപ്പ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള മോർ ഫെയിലിയർ എൻവലപ്പ് ആണെന്ത് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വൃത്തിയിൽ ഞാൻ ഒന്ന് വരയ്ക്കാം. മോർ സർക്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിഗ്മയാണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോയാണ്. ഇത് നിങ്ങൾ സ്കെയിൽ വരയ്ക്കണം, ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഒറിജിനാണ്, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വാല്യൂസ് 270 കിലോ പാസ്കലാണ്. 200 ഈ വാല്യൂ 200 കിലോ പാസ്കലാണ്. ഇതാണ് അടുത്ത പാർട്ട്. അപ്പോൾ നമുക്ക് മോർ ഫെയിലിയർ എൻവലപ്പ് കിട്ടി. ആ ഫെയിലിയർ എൻവലപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫെയിലിയർ ആയിട്ടുള്ള പോയിന്റ്, ഫെയിലിയർ ആയിട്ടുള്ള സ്ട്രെസ് കണ്ടീഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പോയിന്റ് ആണെന്ത്? ഈ പോയിന്റ്. ദാറ്റ് ഈസ് പോയിന്റിന് ഞാൻ 270. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മോർ സർക്കിൾ വരയ്ക്കണം. മോർ സർക്കിൾ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മോർ ഫെയിലിയർ എൻവലപ്പ് ഉണ്ട്. ഇതാണ് മോർ ഫെയിലിയർ എൻവലപ്പ്. ഇതാണ് നമ്മളെ ഫെയിലിയർ പോയിന്റ് 270 എന്ന് പറഞ്ഞിട്ടുള്ള ഫെയിലിയർ പോയിന്റ്. ഇനി നമുക്ക് മോർ സർക്കിൾ വരയ്ക്കാൻ നമ്മൾ ഫെയിലിയർ എൻവലപ്പിൻ്റെ ഡെഫിനീഷനിലോട്ട് പോകാം. ഫെയിലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ലൈൻ ടാൻജൻഷ്യൽ ടു ദി മോർ സർക്കിൾ. അപ്പോൾ ഒരു ലൈന് ഒരു സർക്കിളിലോട്ട് ടാൻജൻ്റ് ആവുമ്പം അറ്റ് പോയിന്റ് ഓഫ് ടാൻജൻസി നമ്മളൊരു നോർമൽ ലൈന് വരച്ചാൽ എന്ത് ചെയ്യും? അതിൻ്റെ സെൻറ്ററിലോട്ടാണ് അത് ഡയറക്റ്റ് ചെയ്യും. അത് നമ്മൾ എവിടെ പഠിച്ചതാണ്? 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അറ്റ് പോയിന്റ് ഓഫ് ടാൻജൻസി, ഇവിടെ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞാൽ 270 ആ പോയിന്റിലാണ്. അവിടുന്ന് നമ്മൾ ഒരു നോർമൽ ലൈന് വരയ്ക്കുന്നുണ്ട്. നോർമൽ ലൈന് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് സെൻറ്റർ ഓഫ് ദി മോർ സർക്കിൾ. മോർ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടി. മോർ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് ഓഫ് ടാൻജൻസി ഏതാണ്? 270. അതിൽ നിന്ന് നമ്മൾ ഒരു നോർമൽ ലൈന് വരക്കും. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കും ടുവാർഡ്സ് ദി എക്സ് ആക്സിസ്. മോർ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ്? നമ്മൾ വരയ്ക്കുന്ന മോർ സർക്കിളിൻ്റെ സെൻറ്റർ എക്സ് ആക്സിസിലാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ മുന്നത്തെ തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോർ സർക്കിളിൻ്റെ സെൻറ്റർ എക്സ് ആക്സിസിലാണ് വരുന്നത്. അപ്പോൾ ടുവാർഡ്സ് ദി എക്സ് ആക്സിസ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നോർമലായിട്ട് ഒരു ലൈൻ വരക്കും. അപ്പോൾ അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെയാണ് എന്ത്? മോർ സർക്കിളിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ സി സെൻറ്റർ ആയിട്ട് എടുത്തു. ഈ പോയിന്റിന് ഞാൻ എ എന്ന് അടയാളപ്പെടുത്തി. അപ്പോൾ സി എ ആണെന്ത്? മോർ സർക്കിളിൻ്റെ റേഡിയസ്. ഇനി ഈ റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിള് വരയ്ക്കാം. ഇനി ഈ സർക്കിളിൻ്റെ ടച്ച് ചെയ്യുന്ന എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഇറ്റ് ഈസ് സിഗ്മ 3യും ഈ പോയിന്റ് സിഗ്മ 1ഉം ആണ്. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ എന്താണ്?
It is minor principal stress. It is major principal stress. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണെന്ത്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആണെന്ത്? മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ്. വേർ ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. അതുകൊണ്ടാണ് അത് എക്സ് ആക്സിസിലായിട്ട് വരുന്നത്. ഷിയർ സ്ട്രെസ് 0 ആയിട്ട് വരുന്ന കേസ്. അപ്പോൾ നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടി, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടി, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ടാൻജൻസ് കിട്ടി. ഇനി ഫെയിലിയർ സ്ട്രെസ് കണ്ടീഷന് ഡിനോട്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പോയിന്റ് എ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോർ സർക്കിൾ എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്ട്രെസ് കണ്ടീഷൻ. സ്ട്രെസ് കണ്ടീഷൻസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ത്? മോർ സർക്കിൾ. അപ്പോൾ പോയിന്റ് എ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെയിലിയറിലുള്ള സ്ട്രെസ് കണ്ടീഷനാണ്. ഇനി ഫെയിലിയർ പ്ലെയിന് നമുക്ക് എന്തറിയാം? ഹൊറിസോണ്ടൽ ആണെന്നറിയാം. ഇനി നമുക്ക് പോൾ എന്നുള്ള ഈ മോർ സർക്കിളിൻ്റെ പോൾ കണ്ടെത്തണം. അതിനാണ് നമ്മൾ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് ദി മോർ സർക്കിൾ. അവിടുന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു. അറ്റ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് ദി പ്ലെയിൻ which intersects the Mohr circle which represent the stress condition on that plane. അപ്പോൾ പോൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ പോളിന് പറയുന്നത് ഒറിജിൻ ഓഫ് ദി മോർ സർക്കിൾ. അവിടുന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു. അത് അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു ദി പ്ലെയിൻ അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ ഏത് പ്ലെയിൻ ആണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഇൻക്ലിനേഷനിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു. അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് മോർ സർക്കിളിൽ ആ പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രെസ് കണ്ടീഷൻ ഓഫ് ദാറ്റ് പ്ലെയിൻ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ റിവേഴ്സ് എടുക്കും. നമുക്കറിയാം ഫെയിലിയർ പ്ലെയിൻ എന്താണ്? ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെസ് കണ്ടീഷൻ, ഫെയിലിയർ പ്ലെയിനിലുള്ള സ്ട്രെസ് കണ്ടീഷൻ അറിയാം. 200, 70. നോർമൽ സ്ട്രെസ് 200ഉം ഷിയർ സ്ട്രെസ് 70ഉം. ഇനി നമ്മൾ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരച്ചു. അത് എവിടെയാണോ മോർ സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് ആ പോയിൻ്റ് ആണെന്ത്? പോൾ. നമ്മൾ പോളിൻ്റെ റിവേഴ്സ് ഡെഫിനീഷൻ ചെയ്തിട്ടാണ് പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പോൾ കണ്ടെത്തി. പോൾ എന്ന് പറഞ്ഞ ഒറിജിനാണ്. ഇനി പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ഡയറക്ഷനും കൂടി ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടീഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് അറിയാം. ദാറ്റ് ഈസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ത്? σ3. അപ്പോൾ അതിലോട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ വിച്ച് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഇനി പോളെന്ന് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിലോട്ട് ഒരു ലൈൻ വരച്ചാൽ വിച്ച് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ ഇതെന്താണ്? മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഇത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ നിങ്ങൾ കണ്ടെത്തുക. എത്രയാണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത് അത് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ പോളിൻ്റെ വാല്യൂസ് കണ്ടെത്തുക. പോൾ വാല്യൂസ് കണ്ടെത്തുക.
ഈ ആംഗിൾ എത്രയെന്ന് കണ്ടെത്തുക. ഫൈ വാല്യൂ ഇത്ര നിങ്ങൾ ഒരു ഗ്രാഫ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ വരച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളിതിൽ കണ്ടെത്തിയത്. ആദ്യം നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിൽ c=0 അതുപോലെ തന്നെ 270 എന്നുള്ള പോയിന്റിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ദാറ്റ് ഈസ് ഫെയിലിയർ എൻവലപ്പ് വരച്ചു. ഈ ടാൻജൻറ്റ് പോയിന്റിനെ നോർമലായിട്ട് ലൈൻ വരച്ചു ടുവാർഡ്സ് ദി എക്സ് ആക്സിസ്. ഇതാണ് സെൻറ്റർ ഓഫ് ദി മോർ സർക്കിൾ ആയിട്ട് കിട്ടിയത്. സെൻറ്റർ ഓഫ് ദി മോർ സർക്കിൾ ടാൻജൻറ്റ് പോയിൻറ്റും അറിയാം. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഡിയസ്. അപ്പോൾ റേഡിയസിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോർ സർക്കിൾ വരച്ചു. വിത്ത് റേഡിയസ് സി ആയിട്ട് മോർ സർക്കിൾ വരച്ചു. അത് എക്സ് ആക്സിസിനായിട്ട് ടച്ച് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് ആണ് എന്ത്, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും. ദാറ്റ് ഈസ് ദിസ് ഈസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്, ദിസ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. അതുകൊണ്ട് ഫെയിലിയർ പ്ലെയിന് ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ നമ്മൾ പോളിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് ഫെയിലിയർ പ്ലെയിന് ഹൊറിസോണ്ടലായിട്ട് വരച്ചു. അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് പോൾ ഓഫ് ദി മോർ സർക്കിൾ. ഇനി പോളിൻ്റെ ഡെഫിനേഷൻ, പോളിൽ നിന്ന് നമ്മൾ ആ സ്ട്രെസ് എവിടെയാണോ ഒരു പോളിൽ നിന്ന് അറ്റ് എൻ ഇൻക്ലിനേഷൻ ടു ദി പ്ലെയിൻ നമ്മൾ വരച്ചാൽ എവിടെയാണോ മോർ സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് ആ പോയിൻ്റ് ആണെന്ത്, ആ പ്ലെയിനിലുള്ള സ്ട്രെസ് കണ്ടീഷന് കാണിക്കുന്ന പോയിൻ്റ്. ഇനി ആ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് പോളിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു. സ്ട്രെസ് കണ്ടീഷന് കാണിക്കുന്ന മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ കാണിക്കണമെങ്കിൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ പോയിൻ്റ് നമുക്കറിയാം, ദസ് ഈ പോയിൻ്റാണ്. അപ്പോൾ പോളിൽ നിന്ന് നമ്മൾ ഈ പോയിൻറ്റിലോട്ട് ഒരു ലൈൻ വരച്ചാൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. ഇനി മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ കാണിക്കുന്ന പോയിൻ്റ് ഉണ്ട് മോർ സർക്കിളിൽ. അപ്പോൾ പോളിൽ നിന്ന് നമ്മൾ അതിലോട്ട് ഒരു ലൈൻ വരച്ചാൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ ആ ഇൻക്ലിനേഷൻസ് ഒക്കെ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സിഗ്മ 1, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സിഗ്മ 3 and what is the value of pole, and also what is the value of phi, and also inclination of major principal plane with horizontal and minor principal plane with horizontal. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.